മോന് സർജറിക്ക് വേണ്ടി പൈസ ഞങ്ങളെല്ലാം ഓരോരുത്തരും ഞങ്ങൾക്ക് തന്ന് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. നവംബർ 30 ഞങ്ങൾ അഡ്മിറ്റായി. ഡിസംബർ 1 മോനെ സർജറി ചെയ്തു, ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ഒന്നും തോന്നരുത്, ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. കാരണം മോൻ്റെ ചെറിയ ചെറിയ ഞരമ്പുകളെല്ലാം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുകയില്ല, മോനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ആശുപത്രിയിൽ തന്നെ ഞാൻ പുറത്തെങ്ങനെയോ ഇറങ്ങി. ഞാൻ വലിയ വായിലേ കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, എന്നെ സഹായിക്കണം. എൻ്റെ മോന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോനെ ജീവനോടെ അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകില്ല, അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ മുന്നേ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തരണം, മോനില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അവനില്ലാത്ത ഭൂമിയിൽ ഞാനും ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയശ്രീ നമ്മൾ കൈ എങ്ങനെ കൊണ്ട് വെക്കുന്നു അങ്ങനെ എനിക്ക് ഷെയ്ക്കാൻ്റെ തരുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ വലത് കൈയിൽ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിച്ചപ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിച്ചു. മോനൊരു കുഴപ്പമില്ല, എല്ലാം സർജറി എല്ലാം സക്സസ് ആയി, മോനെ വന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മോനെ പോയി കണ്ടു, മോനും ഞങ്ങളെ കണ്ടു. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയമായിപ്പോയി. എല്ലാം ഇതുപോലെ നോർമലായിട്ടുള്ള സർജറി ആദ്യമായിട്ട് ചെയ്യുവാന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സർജറി എല്ലാം കഴിഞ്ഞ് 3-ാം പക്കം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. ഇന്നീ നിമിഷം വരെ മോന് ഓക്സിജൻ മാസ്ക് വെക്കേണ്ടതായിട്ട് യാതൊന്നും വന്നിട്ടില്ല. മോന് സൗഖ്യപ്പെടുത്തി തന്നു മാതാവ്. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി മാതാവിന്. പിന്നെ ഞങ്ങളെ ഒരു കൂട്ടുകാരത്തെ നിമിത്തമാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ. അങ്ങനെ ഞങ്ങളെ പിന്നെ അതിന് മുന്നേ ഒരു ദിവസം, ഞങ്ങൾ ഈ സർജറിക്ക് മുന്നേ ഒരു ദിവസം ഞാനും എൻ്റെ മോനും തനിച്ചേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മുറ്റത്തുനിന്ന് കയറി വരുമ്പം